അത് നിരത്തി ബ്ലോക്കാണ്. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ രക്തക്കട്ടകൾ കിടക്കുന്ന പോലെയുണ്ട്. ഈ കാണുന്നത് ലേസറിന്റെ ട്യൂബാണ്. ഒരു മില്ലിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പോവുക. ഇപ്പൊ അവരുടെ ബ്ലോക്ക് മാറിയതിനു ശേഷം നേരത്തെ ഇവിടെ ഒക്കെ ചെറുതായിരുന്നു. ഇപ്പൊ നോക്കി നോക്കൂ, ഫുൾ സ്ഥലത്തും നമ്മൾ ബ്ലോക്ക് മാറ്റി സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നല്ല റിസൾട്ട് കിട്ടി. ഹാർട്ടിന്റെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കുകളാണെങ്കിൽ പോലും ലേറ്റസ്റ്റ് ടെക്നോളജിയായ ലേസർ ആൻജിയോപ്ലാസ്റ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഡോക്ടറെ, ഇത് ഏത് ഡോക്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ഡോക്ടർ തഹസിനും ടീമും ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ വീഡിയോയിലൂടെ ഡോക്ടർ ഇപ്പോൾ ഫെമിലിയർ ആണ്, നമ്മുടെ ഫോളോവേഴ്സിന് ഫുള്ള് ഫെമിലിയർ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി, അല്ലെങ്കിൽ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയും. ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ടീമിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഡോക്ടർ സുഹേൽ, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഡോക്ടർ മണികണ്ഠൻ, ഇനി ഡോക്ടർ ഇലിയാസും ഡോക്ടർ അതുപോലെ ഗഗനും കേസിലാണ്, അതുകൊണ്ട് ഇവിടെ ഇല്ല. അതുപോലെ ഡോക്ടർ രാഹുലുണ്ട്, ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. അതുപോലെ ഡോക്ടർ മുസാഫിർ സർജനുണ്ട്. ഫുൾ ടീമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്ന ഒരു സെൻ്ററാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചില ബ്ലോക്കുകൾ നമുക്ക് മാറ്റാനുള്ള പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബ്ലോക്കുകൾക്കൊക്കെ മുമ്പൊക്കെ ബൈപ്പാസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ബൈപ്പാസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുന്ന സഹായിക്കുന്ന ഒരു ടൂളാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ ഡോക്ടറെ, പലർക്കും ഈ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അതിന് മാത്രമല്ല, ഇപ്പം ബൈപ്പാസ് പറയാത്ത സാധാരണ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞ ആൾക്കും ഇത് പറ്റും. ബൈപ്പാസ് പറഞ്ഞ ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഇത് പറ്റും. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിന്റെ നിലവാരത്തിന് ഒരു ലെവലും കൂടി ഉയർത്തുക എന്നുള്ളതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 പ്രത്യേക കണ്ടീഷൻസ് നമുക്ക് ലേസറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം. ഒന്ന്, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നല്ല രക്തക്കട്ട ഉണ്ടെന്നിരിക്കും. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കേസിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്നു. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് വന്ന ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ രക്തക്കട്ട കിടക്കുകയാണെങ്കിൽ ആ രക്തക്കട്ട നമ്മൾ വലിച്ചെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടൂല. മാത്രമല്ല, ഈ രക്തക്കട്ട ചിലപ്പോൾ നമ്മൾ അതിനെ വലിക്കാൻ പോകുമ്പോൾ അത് താഴത്തേക്ക് പോയിട്ട് ചെറിയ രക്തക്കുഴലിനെ അടച്ചിട്ട് രക്തോട്ടം മൊത്തത്തിൽ സ്ലോ ഫ്ലോ എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരും. ലേസർ വരുന്നതോടുകൂടി ആ പ്രോബ്ലം നമുക്ക് ഒഴിവായി. കാരണം ലേസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലേസർ ഈ രക്തക്കട്ടനെ ഉരുക്കുകയാണ്. നമ്മൾ എളുപ്പത്തിൽ പറയുന്നൊരു ഭാഷയാണ് ഉരുക്കണം. അതിൻ്റെ മോളിക്കുലർ ബോണ്ട്, അതായത് ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് പല ആറ്റംസ് വന്നിട്ട് ചേർന്നിട്ടാണല്ലോ. ആ ആറ്റംസ് ചേർന്നിട്ടുള്ള ഈ മോളിക്കുലർ ബോണ്ടിനെ ലേസർ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ പൊടിച്ച് കളയാണ്. പൊടിക്കണത് നമ്മൾ തരിയല്ല, മോളിക്കുലർ ലെവലിൽ പൊടിച്ച് കളയണം. അത് ആ സാധനം അവിടെ പിന്നെ എക്സിസ്റ്റ് ചെയ്യൂല. ആ ലെവലിൽ ലേസർ ഇതിനെ നശിപ്പിച്ച് തരും. അപ്പോൾ ഈ രക്തക്കട്ട മാറി കിട്ടുന്നതോടുകൂടി നമുക്ക് ഈസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാനും പറ്റും. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ചില ബ്ലോക്കുകൾ, ഇപ്പോൾ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭാഗം, ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഭാഗം, ഇടയിലൊരു ബ്ലോക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാലിടുന്ന മാതിരിയാണ്. ഈ നോർമൽ ആയിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് ഈ നോർമൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബലൂണൊക്കെ വികസിപ്പിച്ച ശേഷം ഒരു സ്റ്റെൻഡ് ഇടുന്നു. അപ്പോൾ നല്ല ബ്ലോക്ക് മാറി. ഇനി ഒരാൾ രക്തക്കൊള്ളിൽ വേറെ ഒന്ന് വിചാരിച്ചു നോക്കും, ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭാഗം, അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങിയിട്ട് അറ്റം വരെ ബ്ലോക്ക് ആണെങ്കിൽ എവിടെ കൊണ്ടുപോയി സ്റ്റെൻഡ് ഇടും? പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ, നമ്മൾ ഈ രക്തക്കൊള്ളിൻ്റെ ഉള്ളിലൂടെ ലേസർ കടത്തി ഈ ബ്ലോക്കിനെ പരമാവധി വലുതാക്കിയിട്ട് ചിലപ്പോൾ സ്റ്റെൻഡ് ഇല്ലാണ്ട് തന്നെ ഡ്രഗ് കോട്ടഡ് ബലൂൺ വെച്ചിട്ട് നമ്മളവിടെ നിർത്തും. അത് ലേസർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. രണ്ട്. മൂന്നാമത്തെ സിറ്റുവേഷൻ, അതിൽ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, എന്നിട്ട് വീണ്ടും ബ്ലോക്ക് വന്നു സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്റ്റെൻറ്റ് ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റെൻറ്റ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വീണ്ടും വരുമ്പോൾ ഒരു കട്ടിയുള്ള സാധനമുണ്ട്. ഈ കട്ടിയുള്ള സാധനത്തിന് നമ്മൾ എത്ര ബലൂൺ വെച്ച് അമർത്തിയാലും അതിന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ, കാരണം സ്റ്റെൻറ്റ് അതിൻ്റെ വട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഉള്ളിലുള്ള ബ്ലോക്കിനെ ലേസർ വെച്ചിട്ട് ഉരുക്കി കളഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെൻറ്റ് നല്ല ഭംഗിയായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലാണ്ട് നമ്മൾ വെറുതെ പോയി സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് വെച്ച പോലെ ഉണ്ടാവും. അങ്ങനെ തന്നെ അതിന് പറയാം, ഓറിയോ ഇഫക്റ്റ് എന്ന് അതിന് പറയാം. ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഒരു ബിസ്ക്കറ്റും അതിൻ്റെ നടുവിൽ കുറച്ച് ക്രീമും പിന്നെ ഒരു ബിസ്ക്കറ്റും. ഇതേപോലെ ഒരു സ്റ്റെൻറ്റും അതിൻ്റെ നടുവിൽ കുറച്ച് ബ്ലോക്കും പിന്നെ ഒരു സ്റ്റെൻറ്റും, അതായത് രക്തക്കൊള്ളിൻ്റെ സൈസ് മൊത്തത്തിൽ ചുരുങ്ങും. ഇത് ചുരുങ്ങാതിരിക്കാൻ ഈ ക്രീം ഉണ്ടല്ലോ ബിസ്ക്കറ്റ്, ആ ക്രീം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ലേസർ ഉപയോഗിച്ച് ഈ ഉള്ളിലത്തെ ബ്ലോക്ക് മുഴുവൻ ഉരുക്കി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല അത് നിലനിൽക്കും. ഇല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നത്തെ സിറ്റുവേഷൻ, ബൈപ്പാസ് കഴിഞ്ഞിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബൈപ്പാസിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹാർട്ടിൻ്റെ ഉള്ളിൽ സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ബ്ലോക്ക്, അപ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കൊള്ള തന്നെയാണ് മൊത്തം. ബൈപ്പാസിൽ കാലിൻ്റെ രക്തക്കൊള്ളാണ് ഹാർട്ടിൽ പലപ്പോഴും വെക്കുന്നത്, ഗ്രാഫ്റ്റുകൾ. ഈ ഗ്രാഫ്റ്റ് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന രക്തക്കട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ചക്ക രക്തക്കട്ടയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ രക്തക്കട്ട വരുന്ന സമയത്ത് ഈ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രക്തക്കട്ടനെ ഉരുക്കി കളഞ്ഞാൽ അതും ഭംഗിയായിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ തീർക്കാൻ പറ്റും. ഇത് 4മാണ് ക്ലാസിക്സ് എക്സാമ്പിൾ.
ഇനി നമ്മൾ ശരിക്കും പെട്ട് പോണ പല സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ബൈപ്പാസ് പറഞ്ഞ രോഗിക്ക് പലപ്പോഴും ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ടാവുക 100% രക്തക്കൊഴൽ അടയുമ്പോഴാണ്. ഈ രക്തക്കൊഴൽ നമുക്ക് പലപ്പോഴും CTO എന്ന് അതിന് പറയാം. ഈ CTOനെ നമുക്ക് പലപ്പോഴും വയറുപയോഗിച്ച് തുറന്ന് കയറി അപ്പുറത്തെത്തി പിന്നെ ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ടൊക്കെ തുറക്കാൻ പറ്റും. ചില സിറ്റുവേഷനിൽ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഈ 100% ഉള്ളിലൂടെ വയറ് കടത്തി അപ്പുറത്തി ഇതിൻ്റെ പിന്നാലെ ബലൂൺ നോക്കുമ്പോൾ ഈ 100% ഉള്ളിൽ ബലൂൺ ഒരു തരത്തിലും കയറുന്നുണ്ടാവില്ല. ഇതിൻ്റെ കട്ടി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, നിർത്തേണ്ടി വരും. ബൈപ്പാസിന് തന്നെ പോകണമെന്ന് തിരിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനിൽ നമുക്ക് ലേസർ ഇട്ടിട്ട് ഈ ബ്ലോക്കിനെ ഉരുക്കി കളഞ്ഞാൽ എല്ലാ ബലൂണും പിന്നെ സുഖമായിട്ട് കയറിപ്പോകും. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്ന ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻസിന് ബൈപ്പാസ് ഇല്ലാണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് ഭയങ്കര സന്തോഷമുള്ള സാധനമാണ്, ഭയങ്കര സമാധാനം. നമുക്ക് ഈസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഡോക്ടറെ ഇതെങ്ങനെയാണെന്ന് ഡോക്ടർ കാണിച്ചു തരണം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലാണെങ്കിൽ തന്നെ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്? ഇല്ല, വളരെ ലിമിറ്റഡ് സെൻറ്റേഴ്സ്. എനിക്ക് തോന്നുന്നൊരു 4-5 സെൻറ്ററിലാണ് കേരളത്തിൽ മൊത്തത്തിൽ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമല്ല. ഒരു ലിമിറ്റഡ് സെൻറ്ററിൽ ഒരു ജില്ലയ്ക്ക് ഒരു മെഷീനൊക്കെ മതിയാവും. കാരണം ഒരു സെൻറ്റർ മാത്രമേ ഇത്ര ഹൈ എൻഡ് കേസുകൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ സെൻറ്ററിൽ നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് താല്പര്യമുള്ള പേഷ്യൻസിന് അവിടെ പോകുകയെന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ആ ടൈപ്പ് കേസുകൾ വരുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡോക്ടേഴ്സിന് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡം കൂടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ എല്ലാവരും ഈ മെഷീൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഷെയർ ചെയ്താൽ പോരെ. അപ്പോൾ ഈ ബൈപ്പാസിന് താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേര്, എനിക്ക് തന്നെ അറിയാം ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമല്ലേ? അതെ, അവർക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻസിന് ഇത് വളരെ അനുഗ്രഹമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബൈപ്പാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റക്ക് ആവുന്ന 1-2 സിറ്റുവേഷനിൽ ഈ മെഷീൻ നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെയും അവരോട് ബൈപ്പാസ് തന്നെ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബൈപ്പാസ് ചെയ്തിട്ട് വീണ്ടും ബ്ലോക്ക് വന്ന പേഷ്യന്റിനും ഇത് വളരെ ഉത്തമമാണ്. മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വീണ്ടും ബ്ലോക്ക് വന്ന കേസിലും ഇത് വളരെ സാധാരണ ആൻജിയോപ്ലാസ്റ്റിനേക്കാളും നല്ലതാണ്. ഇനി അത് മാത്രമല്ല, വെറുതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരാളുടെ, ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രക്തക്കൊഴൽ ഇങ്ങനെ വലുതായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ വലുതായ രക്തക്കൊഴലിൻ്റെ ഉള്ളിൽ മുഴുവൻ ത്രോംബസ് ആയിരിക്കും, എക്ടേസിയ എന്നതിന് പറയാം. ആ കേസിലും ലേസർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സിറ്റുവേഷനിലും ലേസർ നമ്മളുടെ ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്കിനെ ഒരു ലെവൽ മേലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും, കുറച്ചും കൂടി നല്ല ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം? ഓഫ് കോഴ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് ലേസർ മെഷീൻ. ഇത് ആക്ച്വലി ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. ഇത് US നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ലേസർ മെഷീൻ നമ്മൾ ആദ്യം കാലിബ്രേറ്റ് ചെയ്യണം. ഈ ലേസറിന്റെ ശക്തി കറക്റ്റ് അല്ലേ നോക്കണം. അപ്പൊ അത് നോക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു ഇത് നമ്മൾ അതിന്റെ ഒരു ഇതാണ്. നമ്മൾ ടെക്നീഷ്യനാണ് ജമാൽ. അപ്പൊ ഇത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് നല്ല പൊടി വരും, പൊടി വരാനേ പാടില്ല. പൊടി വന്നത് ആകെ അലമ്പാവും. അപ്പൊ നല്ല സൂക്ഷിപ്പാണ് ഉപയോഗിക്കും. നമ്മളിത് വെച്ച് കഴിയുമ്പോൾ കാലിബ്രേറ്റ് നമ്മുടെ കാലിബ്രേറ്റ് ബട്ടൺ ഞെക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി നോക്കും, ഈ ഇതിന്റെ അവിടെ നിന്ന് റെഡ് ലൈറ്റ് വരണുണ്ടല്ലോ, എന്റെ കൈമ വരണുണ്ടല്ലോ. ഇത് ലേസറാണ്, ലേസറിന്റെ ബീമാണ്. ഇനി നമുക്ക് അതിന്റെ പവർഫുൾ ലേസർ നമ്മൾ കാലിൽ ഒരു പെഡൽ കണ്ടില്ലേ, കാലിൽ ചവിട്ടുമ്പോൾ ആ മെഷീനിൽ നോക്കൂ, അവിടെ ഒരു കാലിബ്രേഷൻ കണ്ടില്ല, കാലിബ്രേഷൻ കംപ്ലീറ്റ് ആണ്. ഇനി സ്റ്റാർട്ട് പ്രൊസീജിയർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ലേസർ സെറ്റ് ആയി. ഇനി ഇതിലൊരു ഫ്ലുവൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം വന്നു. അത് ഈ ലേസറിന്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നല്ല കട്ടിയുള്ള ബ്ലോക്ക് ആണെങ്കിൽ പവർ ഒന്ന് കൂട്ടും, ഈ രക്തക്കട്ടകളാണെങ്കിൽ പവർ ഒന്ന് കുറയ്ക്കും, റേറ്റ് ഒന്ന് കുറയ്ക്കും. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരം ബ്ലോക്കിനും നമുക്ക് ലേസർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ആളുടെ ഹാർട്ടിന്റെ ഉള്ളിലത്തെ രക്തക്കൊള്ളാണ്, വലത്തെ സൈഡത്തെ രക്തക്കൊള്ളാണ്. ഈ രക്തക്കൊള്ളിന്റെ ഉള്ളിലേക്ക് നമ്മൾ ട്യൂബ് കടത്തിയിട്ട് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഷോട്ട് എടുക്കാം. ആൻജിയോഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇവിടെ വീതി കുറവാണ്, ഇവിടുത്തെ വീതി നോക്കി നോക്കും, ഇവിടെ കുറവാണ്, ഇവിടെ കുറവാണ്, ഇവിടെ കുറവാണ്, ഇവിടെ കുറവാണ്, ഇവിടെ കുറവാണ്. അത് നിരത്തി ബ്ലോക്കാണ്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ രക്തക്കട്ടകൾ കിടക്കുന്ന പോലെയുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിക് പോയി കഴിഞ്ഞാൽ മിക്കവാറും രക്തോട്ടം കുറയാനും ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ് തീരുമാനിച്ചത്. ഈ കാണുന്നത് ലേസറിന്റെ ട്യൂബാണ്. നമ്മൾ നേരത്തെ കാണിച്ചുന്ന ലേസറില്ലേ, അതിന്റെ അറ്റമാണ് കാണുന്നത്. ഈ ലേസർ വെച്ച് നമ്മൾ ഇത് ലേസറിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു മില്ലിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പോവുക മുമ്പിലേക്ക്. സ്പീഡിലല്ല, എത്ര പതുക്കെ പോകണോ അത്രയും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം. ഇതിങ്ങനെ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ നിന്ന് മടുക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ബ്ലോക്ക് മാറ്റിയതിനു ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. ഇപ്പൊ അവരുടെ ബ്ലോക്ക് മാറിയതിനു ശേഷം നേരത്തെ ഇവിടെ ഒക്കെ ചെറുതായിരുന്നു. ഇപ്പൊ നോക്കി നോക്കൂ,
ഫുൾ സ്ഥലത്തും നമ്മൾ ബ്ലോക്ക് മാറ്റി സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നല്ല റിസൾട്ട് കിട്ടി. ഇത്രയും ഭംഗിയുള്ള റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള പ്രധാന കാരണം ലേസർ ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആൻജിയോഗ്രാം നമ്മൾ ഒറിജിനലി ചെയ്തപ്പോഴുള്ള ബ്ലോക്കുകളാണ്. ഞാൻ നേരത്തെ കാണിച്ചതല്ലോ, ഇവിടെയൊക്കെ ബ്ലോക്കുകൾ. ഇത് ബ്ലോക്ക് മാറ്റി ലേസർ ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം കാണുന്ന റിസൾട്ടാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ബ്ലോക്ക് മാറി. മാത്രമല്ല നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെയൊക്കെ രക്തോട്ടം വന്നു. ഇവിടെ നിന്ന് രക്തോട്ടം ഇല്ല. ഈ രക്തോട്ടമൊക്കെ തിരിച്ചു വന്നത് ഈ ബ്ലോക്ക് മാറിയതിന് ശേഷം. ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ പുതിയ പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആശ്രമിംസ് കോട്ടക്കലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ തഹസിനും ടീമിനും ഒപ്പമാണ്. പലതരം വീഡിയോകൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ പുതിയ ടെക്നോളജികൾ എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഞാൻ ആദ്യം ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. കാരണം ഏതൊരു രോഗത്തെപ്പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് എന്തൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജികളിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ലേസർ ആൻജിയോപ്ലാസ്റ്റ് ആണ്. അതായത് ബൈപ്പാസിലേക്ക് പോകേണ്ട കേസ് പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബ്ലോക്ക് മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇത്രയും നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇനി ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, പുതിയ ടെക്നോളജി ഉണ്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റ് എന്ന് നിങ്ങൾ പറയാൻ എപ്പോഴും ഒരു അറിവുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതുക. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. എല്ലാ രോഗാവസ്ഥയെ പറ്റിയിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്.